അയലത്തല കിട്ടിയാൽ അളിയനും കൊടുക്കരുതെന്നൊരു പഴമൊഴിയുണ്ട്. എന്നാൽ ഇന്ന് അയലത്തലയല്ല, നല്ല ഒന്നാം തരം ഒരു ആറ്റുവാളയുടെ തലയാണ് നമ്മളിന്ന് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് പമ്പയാറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന നല്ല ഫ്രഷ് വാള, അതിൻ്റെ തല നമ്മളങ്ങോട്ട് സെപ്പറേറ്റ് ആക്കിയെടുത്ത് നമുക്കിന്ന് നല്ല അടിപൊളി ഒരു വാളത്തല കറിയാക്കാം. അപ്പോൾ നമ്മൾ ആ മീൻ തലയൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് ചെറുപറ പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചത്, നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി ഒരല്പം മുരിവായി വരുന്ന പരുവത്തിൽ ഒരു 8 അല്ലി വെളുത്തുള്ളി അതും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് രണ്ടും ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായി ഇളക്കി അതിൻ്റെയും പച്ചമണം ഒന്ന് മാറി രണ്ടും ഒന്ന് നന്നായി മൊരിഞ്ഞ് വരുന്ന പരുവത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കളറും കൊഴുപ്പും മീൻകറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിൽ വേറെ പൊടികളൊന്നും നമ്മളധികം ചേർത്ത് കൊടുക്കുന്നില്ല. എരി വേണ്ടുന്നവർക്ക് അല്ലാത്ത പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ അത്യാവശ്യം എരിവുണ്ട്, എന്നാൽ നല്ല കളറും കിട്ടും, കൊഴുപ്പും കിട്ടും. അതിനാലാണ് ഈ കാശ്മീരി ചില്ലി തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 5 അല്ലി കൊടംപുളി ഒരു വെള്ളത്തിലിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തോടു കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് മൊരിഞ്ഞ് വരുന്ന, അതായത് തീരെ കരിഞ്ഞു പോകാത്ത പരുവത്തിൽ വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം, അതായത് ചൂടായി വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കി അത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്ന സമയത്ത് നമുക്കതിന് മുന്നായിട്ട് ഒരു ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്ന് ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പം ഇതിൽ നന്നായി ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം അതിൽ വലിയ പീസുകൾ, മുള്ളുള്ള പീസുകളൊക്കെ അതിൻ്റെ അടിഭാഗത്തേക്കാക്കി ദശയുള്ള പീസുകൾ നമ്മൾ മുകളിലേക്കാക്കി നമുക്കൊന്ന് അത് അടുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു തവി ഉപയോഗിച്ച് ചെറുതായി ഒന്ന് താത്ത് കൊടുക്കണം. അത് നമ്മുടെ ആ ഗ്രേവിയുടെ മുകളിൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ താത്ത് കൊടുത്ത് ഒത്തിരി ഇളക്കല്ല, പൊടിഞ്ഞു പോവും. അപ്പം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുകയാകും. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. കറിവേപ്പിലയും വെച്ച് കൊടുത്ത് നമുക്ക് ഒരു അടപ്പെടുത്ത് നമുക്കിത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ മീൻ നല്ലതായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 20 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ചെറുതായി ഒന്ന് എടുത്ത് ഒരു തുണി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം, ഒന്ന് വഴറ്റി കൊടുക്കണം. തവി ഉപയോഗിക്കരുത്. തവി ഉപയോഗിച്ച് ഇളക്കി കഴിഞ്ഞാൽ മീൻ മൊത്തം പൊടിഞ്ഞു പോകും, നമുക്ക് മുള്ള് മാത്രമേ പിന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് തുറന്ന് വെച്ച് മീൻ ചാറ് വറ്റിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു 2 അല്ലി ചുവന്ന ഉള്ളി പച്ച വെളിച്ചെണ്ണ ചാലിച്ച് അതും ഒന്ന് ചേർത്ത് കൊടുത്ത് തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചുറ്റിയോ നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഒരല്പനേരം വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത് നമുക്കിതിന് ആവശ്യമാണെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ നമുക്കൊരു തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുത്ത് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനായിട്ട് സെർവിങ് പ്ലേറ്റിലേക്കല്ല, ഇന്ന് നമ്മൾ പച്ചക്കപ്പയാണ്, നാടൻ പച്ചക്കപ്പ വേവിച്ചതാണ് എടുത്തിരിക്കുന്നതിന് സൈഡ് ഡിഷായിട്ട്. അപ്പം നമുക്ക് പച്ചക്കപ്പയുമായിട്ട് നമുക്കിന്നിവിടെ കഴിക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് അവർക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. പച്ചക്കപ്പ വേവിച്ചതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ തലക്കറിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ കുട്ടികളോട് ചോദിക്കാം എങ്ങനെയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടോ, ഒരുപാട് എരിയായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല നാടൻ റെസിപ്പിയാണ്, എളുപ്പം ചെയ്യാവുന്നതാണ്, അധികം മസാലക്കൂട്ടുകളൊന്നും ഇതിനില്ല. അപ്പം നിങ്ങൾ ഇത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ബട്ടൺ കമൻറ്റ്സ് അറിയിക്കണം എന്ന് സ്നേഹപൂർവ്വം ലിജു.